ആസിഫ് അലിയെ അപമാനിച്ച വിഷയം സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ, അതുപോലെ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വ്യക്തമായ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്കൊരാളെ പോയി കാണണമെന്ന് തോന്നി. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഈ വിഷയത്തെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ എന്താണേലും എന്താ പറയാ, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ശരിക്കും നമ്മൾ വിദഗ്ധമായ കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതുകൊണ്ട് നോക്കട്ടെ, നമുക്ക് കാര്യങ്ങളെ പറ്റി എല്ലാം അറിയണമല്ലോ. കൃത്യമായൊരു നിരീക്ഷണം, അല്ലെങ്കിൽ ഒരു നിരൂപണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അവലോകനം, ഇതൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന തരത്തില്ല. അപ്പം നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, വ്യക്തത വേണം, ഏത് കാര്യത്തിനായാലും വ്യക്തത വേണം. തെന്നിയാ വീണേനെ എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അവിടേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പലരും ചിന്തിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റ് പല തലങ്ങളിലേക്ക് എത്തുമ്പോൾ സാറേ തിരക്കിലായിരിക്കും. എന്താണെങ്കിലും നോക്കാം. ഇവിടെ കാണാറുണ്ട് സാധാരണ ഏത് കാര്യത്തിനാണെങ്കിലും, ഈ കേരളത്തിലെ ഏതൊരു വിഷയത്തെ പറ്റിയാണെങ്കിലും കൂടുതൽ അറിയാനും കൂടുതൽ കാര്യങ്ങളെ പറ്റി. എക്സ്ക്യൂസ് മീ, സാറുണ്ടോ? അകത്താണോ? ഓക്കെ. മഴ ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. ഈ മഴയത്ത് അദ്ദേഹത്തിന് കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായി സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാലാവസ്ഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയണ്ടേ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യമാണ്. ഈ മഴയത്ത് എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത്രയേറെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ ഇതിനെപ്പറ്റി പറയാൻ ഏറ്റവും ആധികാരികമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും മനസ്സിലാക്കാനും അവലോകനം നടത്താനും വീക്ഷണങ്ങളിലൂടെ വീക്ഷണകോണുകളിലൂടെ പല പല അഭിപ്രായങ്ങൾ അറിയാൻ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാറിന് ആസിഫ് അലിയുടെ ഈ വിഷയത്തെപ്പറ്റി സാറിന് എന്താണ് അഭിപ്രായം? അദ്ദേഹം പറയുന്നതായിരിക്കും. പറയൂ സാർ, എന്താണ്? ഞാൻ രമേശ് ചാരിയുടെ വീഡിയോ ഇപ്പോൾ കണ്ടത്. പുള്ളി അങ്ങനെ ആരും അപമാനിച്ചൊന്നുമില്ല, വെറുതെ പറയാനാണ്. ഇത് പറഞ്ഞ ഐപ്പോട്ടാക്കാൻ വേണ്ടിയാണ്. താൻ എന്ത് മനുഷ്യനാണോ? രമേശ് ചാരിയുടെ വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ എന്ത് കണ്ടു? പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല, ആരും അപമാനിച്ചിട്ടില്ല. അത് പുള്ളി പറഞ്ഞാൽ മതിയോ? ഇത് വെറുതെ വീഡിയോ ഐപ്പോട്ടാക്കുകയാണ്. അങ്ങനൊന്നും അല്ല, പ്രൊമോഷനാണ്. പിന്നെ പടത്തിന്റെ പ്രൊമോഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ വിലയിരുത്തൽ നമുക്ക് വളരെ പ്രസക്തമാണ് ഈ അവസരത്തിൽ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ മനുഷ്യന് ഇദ്ദേഹം ഈ സാർ പറയുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ. എങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ അവാർഡ് ഈ രമേശോ നാരായണനോ അദ്ദേഹം ഓക്കെ ആയിക്കോട്ടെ, അയാൾ എന്തുകൊണ്ടായിരിക്കും? അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല, മാപ്പ് പറയുന്ന വിഷയമല്ല ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു അവാർഡ് അവിടെ നിന്ന് മേടിച്ചിട്ട് ആ അവാർഡ് കൊടുത്ത ഒരാളെ, അതെ ആ കൊടുത്ത ആളെ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോ ജയരാജ് അല്ലല്ലോ അവാർഡ് കൊടുക്കേണ്ടത്? അല്ല, മറ്റേ കേസിലെല്ലാം അവരെ കൊടുത്തത്. അതുകൊണ്ട് ജയരാജ് വിളിച്ചാണ്. അല്ല, പുള്ളിക്ക് ഒരാൾ കൊടുക്കുമ്പോൾ അയാൾ പോരാ. പുള്ളിയുടെ പേര് പറഞ്ഞില്ല ആദ്യം. അല്ല, അതിരിക്കട്ടെ, അവിടെ അതൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് കേൾക്കാം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും? മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എങ്ങനെയാണ് ആ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നത്? ആ വീഡിയോ വേണ്ട, ആ വീഡിയോ കാണണ്ട. ഞാൻ ചോദിക്കുന്നത്, അയാൾ രണ്ടാമത് പറഞ്ഞ കാര്യത്തെ പറ്റി അറിയണ്ട. അത് ഒരു അബദ്ധം പറ്റിയിരുന്നു. അത് അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധം പറ്റിയത്? ഞാൻ ചോദിച്ചോട്ടെ, അതല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ അവാർഡ് കൊടുക്കുന്നത്, ഒരു മിനിറ്റ്, ഈ അവാർഡ് കൊടുക്കുന്നത് മമ്മൂട്ടിയോ മോഹൻലാൽ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ എന്താ നാരായണൻ അവിടെ ഇരിക്കുന്ന ജയരാജനെ വിളിക്കുമായിരുന്നോ? അതേപോലെ ഒരു വേർതിരിവ് കാണിക്കുമായിരുന്നോ? ആ വ്യത്യാസം, അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ് ആ വ്യത്യാസം? അപ്പോൾ ആസിഫ് അലിയെ ഒഴിവാക്കാം, മമ്മൂട്ടിയെ മോഹൻലാലിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ? താങ്കൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് തെറ്റിദ്ധാരണ എന്ന് വളരെ വ്യക്തമായി പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ തെറ്റിദ്ധാരണ? പറയൂ. മീഡിയക്കാർക്ക് ന്യൂസ് കിട്ടാൻ വേണ്ടിയാണ്. മീഡിയക്കാർക്ക് എന്തിനാണ് ന്യൂസ്? പണ്ട് ഞാൻ വന്നപ്പോഴേക്കും ഒരാൾ തന്റെ അവാർഡ് നിരസിക്കുണ്ടായിട്ടുണ്ടോ? കിംബോയോ ആരെങ്കിലും താങ്കൾ കൊടുത്ത അവാർഡ് നിരസിച്ചിട്ടുണ്ടോ? അത് അവാർഡ് കിട്ടത്തില്ലേ? അതെങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? എല്ലാരും കണ്ടതല്ലേ, ഈ കേരളം മുഴുവൻ കണ്ടതല്ലേ? അത് എല്ലാരും ഇടപെട്ട് കഴിഞ്ഞപ്പോഴല്ലേ പറഞ്ഞത്? പോട്ടെ, ഞാനൊരു കാര്യം ചോദിക്കാം. ആറാട്ടിനോട് വേറെ കാര്യം ചോദിച്ചോട്ടെ. ആറാട്ട് സാർ, മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ വേദിയിൽ ഇദ്ദേഹം അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യാൻ എന്തുകൊണ്ടാണ്? പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം ഉണ്ടായപ്പോൾ മാത്രമല്ല അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുള്ളൂ. മീഡിയ വരണമായിരുന്നു അദ്ദേഹത്തിന് മാപ്പ് പറയാൻ. മീഡിയ വരണം, സ്വയം ഒരു ചിന്തിക്കാൻ ശേഷിയില്ലേ? തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ തന്നെ അത് തിരുത്തണ്ടേ? അല്ലാതെ അത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാണ് അയാൾ അറിയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടെന്നുള്ളത്? അയാൾക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? സാർ, താങ്കൾ പറയുന്നത് ചെറിയ പ്രശ്നമുണ്ട്. കാരണം അത് അപ്പോൾ മനസ്സിലാകുന്നില്ല, പിന്നീടാണ് മനസ്സിലാകുന്നത്. ആരോ പറഞ്ഞു കൊടുത്തപ്പോൾ, താങ്കൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത്. കുട്ടിയോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ മനസ്സിലായില്ല അദ്ദേഹം. പബ്ലിക് ഇത് മീഡിയക്കാരുടെ കളിയാണ്. ഏത് മീഡിയക്കാരുടെ കളിയാണ്? എല്ലാ മീഡിയക്കാരുടെ. എല്ലാ മീഡിയ വെറുതെ അയപ്പ് കൊടുക്കുകയാണ്. ഇത് ആസിഫ് അലി ആസിഫ് അലിയുടെ പടം പ്രൊമോട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ആ രമേശ് ഖാൻ ക്ലിയർ ആയിട്ട് പറയണ്ട. ഞാൻ കാണിച്ചാലോ, ആ വീഡിയോ കാണിച്ചാലോ? രമേശ് ഖാൻ ക്ലിയർ ആയിട്ട് പറയണ്ട. ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുള്ളി പറയണ്ട. ഇങ്ങനെ വൃത്തിയായിട്ട് പറയണ്ട. ഈ വീഡിയോ ആരും കാണുന്നില്ല.
നടന്നത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു. മൊമെന്റോ സ്വീകരിച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ആന്തോളജി എംടി സാറിന്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ വേദിയില് രഞ്ജിത്തിന്റെ പടമുണ്ട്, രഞ്ജിത്തിന്റെ ക്രൂസ് വന്നു. അതിന് മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട്, സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെന്റ് കൊടുക്കാൻ. അപ്പൊ അവർ റിസീവ് ചെയ്യുന്നുണ്ട്, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും വിളിക്കുന്നുണ്ട്. അപ്പൊ ജയരാജന്റെ കൂടെ എത്തിയപ്പോൾ ജയരാജ് പടത്തിലാണ് ഞാൻ മ്യൂസിക് കൊടുത്തതാ, അതുകൊണ്ട് ജയരാജ് വിളിച്ചതാ. മാത്രമല്ല ഇനി ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ടാ, ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം ചെയ്തിട്ടേ, ഇയാൾക്ക് ഇത് ആദ്യമായിട്ടൊന്നും അല്ല അവാർഡ് കിട്ടുന്നത്, മുൻപല്ല അവാർഡ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെ നിന്നാണ് മേടിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണല്ലോ. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം ആസിഫ് അലി വന്നപ്പോൾ മാത്രം അയാൾക്ക് ഒരു തെറ്റ് പറ്റുന്നത്? ആക്സിഡന്റ് പറഞ്ഞ് വിലപ്പോയിട്ടാവുന്നല്ലേ, അറിയാൻ സംഭവിച്ചാണ് ആക്സിഡന്റോ? ഇത് ഇയാൾ കൃത്യമായിട്ട് പറയേണ്ട, ഇയാൾ ഈ വീഡിയോ ആരും കാണുന്നില്ല, എല്ലാവരും ഇത് മീഡിയ പോയി വളച്ചോടിക്കുക. എന്ത് വളച്ചോടിച്ചു? ഞാൻ ചോദിച്ചതിനകത്ത് ഉത്തരം പറ. എന്തുകൊണ്ട് ആ ഒരു അവസരത്തിൽ മാത്രം? ഇതിനപ്പുറത്ത് നിൽക്കുന്ന ആൾ വേറെ ആളായിരുന്നെങ്കിൽ, മോഹൻലാലിനെ പോലത്തെ ഒരാളായിരുന്നെങ്കിൽ, അങ്ങനെ അറിയാതെ സംഭവിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് രമേശ് ചെന്നിത്തലയെക്കാട്ടും താല്പര്യം, ഇഷ്ടം ആസിഫ് അലിയാണ്. എന്തുകൊണ്ടാണ് ആസിഫ് അലിയോട് ഇത്ര താല്പര്യം? ആസിഫ് അലി നല്ല മനുഷ്യനാണ്. എങ്ങനെയാണ് നല്ല മനുഷ്യനാവുന്നത്? എനിക്ക് ആസിഫ് അലി കണ്ടായിരുന്നു, നല്ല മനുഷ്യൻ. കണ്ടാൽ നല്ല മനുഷ്യനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരാളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും, മോഹൻ കാണുമ്പോൾ മനസ്സിലാവും. സംഭവം ഇവിടെ ഇയാളുടെ മോഹൻ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഈ പറഞ്ഞ ഈ വ്യക്തി അത്ര വലിയ മനുഷ്യരായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ സംഭവിച്ചതിന് വേറെ കാര്യമാണ്, നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നില്ല. പണ്ട് പോലെ വലിയ അഭിപ്രായമില്ല. ഓക്കെ, പക്ഷെ ഇയാൾ പറയുന്ന കാര്യത്തിൽ സംഭവം ഉണ്ടോ? ഈ വീഡിയോ ആരും കാണുന്നില്ല. അതൊക്കെ കാണുന്നുണ്ട്, പറഞ്ഞു. ഈ വീഡിയോ ആരും കാണുന്നില്ല. ഇതാണ് എല്ലാവർക്കും കോൺട്രവേഴ്സിയാണ്, വീഡിയോക്കാർ വെറുതെ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ആസിഫ് അലി ഭയങ്കരമായിട്ട് ആസിഫ് അലിയുടെ സിനിമ പ്രൊമോഷനാണ്. ഇത് ബാക്കിൽ വന്നോ ഇങ്ങനെ വീഡിയോ എടുത്ത വെറൈറ്റി ആയിരിക്കും അല്ലേ? നമ്മൾ വ്യത്യസ്തമായ രീതികളിലുള്ള പറയുക. സാർ പറയൂ, എന്താണ് ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം താങ്കൾക്ക് പറയാനുള്ളത്? ഇദ്ദേഹം ഒരു ചെയ്തത് വളരെ യാദൃശ്ചികമാണെന്നും മനഃപൂർവ്വമല്ല എന്നുമാണ്. അബദ്ധം. അതാണ്. അല്ല, ഇയാള് ഈ സംഭവത്തിൽ ഇയാൾ ഇന്നസെന്റ് ആണ്. ഇന്നസെന്റ് ആണോ? ഇത് അല്ല, പിന്നെ ഇയാൾ ഇന്നസെന്റ് അല്ല, അത് ഈ മീഡിയക്കാർ വെറുതെ അടിച്ചോടിക്കുകയാണ്. അവർക്ക് വേണം കാശ് കിട്ടും, തന്നെ ഇൻസൾട്ട് ചെയ്തതല്ല മനഃപൂർവ്വം, പക്ഷെ അറിയാതെ സംഭവിച്ചതാണ്. അത് മറ്റൊരാൾക്ക് ഇൻസൾട്ട് ആവുകയാണ്. ഇതല്ല വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത പണി കാണിക്കുന്നത് എങ്ങനെ? എനിക്ക് രമേശ് വ്യത്യസ്തമാണ്. നിങ്ങളോട് നിങ്ങൾ എനിക്കൊരു സാധനം തരുമ്പോൾ ഞാൻ നിങ്ങൾ സാധനം മേടിച്ചിട്ട് വേറെ ആളോട് സംസാരിച്ചിരുന്നാൽ താങ്കൾക്ക് എന്ത് തോന്നും? ഇത് ഇയാളെ സ്റ്റേറ്റിലല്ല അവാർഡ് വാങ്ങിച്ചത്, ഇയാളെ അടിയിൽ അവാർഡ് വാങ്ങിച്ചത്. ആരുടെ അടിയില്? സ്റ്റേജിന്റെ അടിയില്ല. അവാർഡ് മേടിക്കൂ. ഇയാൾക്കൊന്നും മനസ്സിലായില്ല ആ സാഹചര്യത്തിന്റെ സൗണ്ട് കൂടിയെന്നോ എന്തെങ്കിലും പുള്ളി പറയണ്ട. പുള്ളിയുടെ ഈ വീഡിയോ ആരും അങ്ങനെ ഒരു മിനിറ്റ് അങ്ങനെ മനസ്സിലാകാതെ നിന്നു അതാ ഇതാ എന്നൊക്കെ പറയുമ്പോഴും അയാൾ ആ ഒരു കമന്റോയോ അവാർഡോ എന്ത് സാധനമാണെങ്കിലും മേടിച്ചിട്ട് കൃത്യമായിട്ട് ജയരാജിനെ വിളിക്കുകയും അയാളുടെ കയ്യിലേക്ക് അവാർഡ് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു മേടിക്കുകയും ചെയ്യുന്നത്. എല്ലാ ദിവസം വീഡിയോ എന്തെങ്കിലും ന്യൂസ് ഉണ്ടാക്കും കുതിരയായിട്ട്. ഇത് ആരും ഉണ്ടാക്കിയ ന്യൂസ് അല്ല, ഇത് യാദൃശ്യമായി സംഭവിച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവം ശരി, ആസിഫ് അലി എനിക്ക് ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് രമേശ് നാരായണ എനിക്ക് ഇഷ്ടം ആസിഫ് അലിയാണ്. പക്ഷെ ഈ സംഭവത്തിൽ ഇത് അറിയാൻ സംഭവിച്ചു തോന്നുന്നത്. അയാൾ പറഞ്ഞ് കേൾക്കണ്ടേ, രണ്ട് സൈഡും കേൾക്കണ്ടേ? രണ്ട് സൈഡ് നമുക്ക് കേൾക്കണം. ആസിഫ് അലിയുടെ ഭാഗം മാത്രമല്ല, ഇയാളുടെ ഭാഗം മനസ്സിലാക്കണ്ടേ? ഈ വീഡിയോ ആരും കാണുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ കണ്ടു. ഈ വീഡിയോ ആരും കണ്ടില്ല. എനിക്ക് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. അയാൾ പറയുന്നത് അയാൾ മനുഷ്യരോട് അങ്ങനെ ചെയ്യില്ല എന്നാണ്. അപ്പോൾ അപ്പുറത്ത് മമ്മൂട്ടിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, മോഹൻലാലിനെ കാണുമ്പോൾ ഉമ്മ വെക്കുന്നു, ആസിഫ് അലിയെ കാണുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അതായത് നാരായണൻ, ഈ നാരായണൻ എന്ന് പറയുന്ന ആൾക്ക് ഈ ആസിഫ് അലി എന്ന് പറഞ്ഞ വ്യക്തിക്ക് മമ്മൂട്ടി, രഞ്ജിത്ത്, രാജേഷ്, സുമേഷ്, അജീഷ്, മമ്മൂട്ടി മോഹൻലാൽ ഇത്ര അവാർഡ് നേടി ഇത്രയും സീനിയർ ആൾക്കാരായിട്ട് ആസിഫ് അലി കമ്പയർ ചെയ്യാൻ പറ്റും? അങ്ങനെ അതാണ് പറഞ്ഞത്. അവിടുത്തെ ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായോ? ഇത് തെറ്റിദ്ധാരണയാണ്. ആ വ്യത്യാസം ഇത് തെറ്റിദ്ധാരണയാണ്. ഇതാ എന്ത് ആ സമയത്ത് നടന്ന അബദ്ധം, ആ സമയത്ത് നടന്ന സംഭവമാണ്. ഇത് എന്ത് കോമഡിയാണിത്? ആരോടാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിൽ വെറുതെ മീഡിയ വെറുതെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു ആക്ട് അവിടെ നടന്നിട്ടുണ്ട് സാറേ. ഞാൻ പറയുന്ന കേൾക്കൂ. അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ നടന്ന സംഭവത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മീഡിയക്കാർ അല്ല ഇത്. മീഡിയക്കാർ, മീഡിയ ലോറി, മീഡിയ ബസ് അതൊന്നുമല്ല. ഇത് എന്താണ്? ഈ താങ്കളെ പോലുള്ള ഒരു പ്രശസ്തനും പ്രബുദ്ധനും അതുപോലെ തന്നെ പക്ഷെ മറ്റേ വീഡിയോ ആദ്യം കണ്ടപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നിയത്? മനഃപൂർവ്വം അപമാനിച്ചാണെന്ന് വിചാരിച്ചോ? മനഃപൂർവ്വം വീഡിയോ കാണണ്ടേ?
ആ വീഡിയോയിൽ അതിൽ വ്യക്തമായിട്ട് പറയേണ്ട ആഴ്ച ഒരു അബദ്ധം പറ്റിയാണ്. ആ, ഇതെന്താണ് ഇങ്ങനെ കോളുകൾ? താങ്കൾ ഒരുപാട് ബിസിയാണെന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള ഈ നേരം കൊണ്ട് തന്നെ എത്ര കോളുകൾ ഈ സിനിമാ ലോകത്തുള്ള പലരും ആ കോളുകൾ ആരൊക്കെയാണ് വിളിച്ചതെന്ന് പോലും എനിക്കിവിടെ പറയാൻ പറ്റില്ല. അതുപോലെയുള്ള ആളുകൾ എല്ലാവരും സാറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പല കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും. അല്ല അതുപോലെ തന്നെ അല്ലല്ല അമേരിക്കയിൽ നിന്നും UK അല്ല ലൈവല്ല, എല്ലായിടത്തുനിന്നും അദ്ദേഹത്തിന് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും കൃത്യമായ വിശകലനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ മീഡിയയിൽ നിന്നും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന് തീരെ സമയമില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ പോലും ഇത്രയും സമയമില്ലാത്ത ഈ സാറിനെ ഈ നേരത്തെ ഈ സന്ധ്യ ഈ അർദ്ധരാത്രിയിൽ വന്ന് ബുദ്ധിമുട്ടിച്ചതിൽ ഖേദിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ താങ്കളുടെ വിദഗ്ധ ഉപദേശങ്ങൾ ഞാൻ വിചാരിച്ചു ഇതേപോലെ ആശുപത്രി അപമാനിച്ചാണ്. പക്ഷേ ഇയാളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് സത്യതല്ല. അയാൾ എന്താണ് വീഡിയോയിൽ പറഞ്ഞത്? അയാൾ പറയാൻ അറിയാതെ സംഭവിച്ചാണ്. അയാൾ മണിപ്പൂർ അപമാനിച്ചൊന്നല്ല, അറിയാതെ സംഭവിച്ച കാര്യമാണ്. അയാൾ ജയരാജ് വിളിക്കാൻ കാരണം ജയരാജ് പടത്തിലാണ് അയാൾ മ്യൂസിക് കൊടുത്തതാണ്. ബാക്കി എല്ലാ ഡയറക്ടേഴ്സും മ്യൂസിക് കമ്പോസ് വിളിക്കുമ്പോൾ ഡയറക്ടേഴ്സ് അപ്പോൾ വിളിച്ചത്. അതുകൊണ്ടാണ് വിളിച്ചത്. ഇത് ആൾക്കാർ വളച്ചോടിക്കും, മീഡിയക്കാർ കൊടുത്ത് വളച്ചോടിക്കുകയാണ്. ഇയാൾ ഏതൊക്കെ സിനിമയിലേക്കാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്? ഇയാൾ സിനിമ മാത്രമല്ല, ഇയാൾ വേറെ എന്തൊക്കെ കൺസേർട്ടോ മ്യൂസിക്കിൽ എന്ത് വലിയ ആളാണെന്ന് തോന്നുന്നു. മ്യൂസിക്കിൽ വലിയ ആളാണ്. ആസിഫിനേക്കാൾ വലിയ ആളാണ് അല്ലേ? ആസിഫിനേക്കാൾ വലിയ ആളാണ്. അത് സംശയമില്ല. മമ്മൂട്ടിയേക്കാൾ വലിയ ആളാണ്. എന്താ ഒരു സ്റ്റേറ്റ് കിട്ടിയിട്ടില്ല. അല്ല, മമ്മൂട്ടിയേക്കാൾ വലിയ ആളാണ്. മമ്മൂട്ടി മോഹൻലാലിന്റെ ആളുകൾ മമ്മൂട്ടിയെ മോഹൻലാലിനേക്കാളും വലിയ ആളാണ്. എനിക്കറിയില്ല. സുരേഷ് ഗോപിയേക്കാൾ വലിയ ആളാണോ? സുരേഷ് ഗോപി വലിയ ആളൊന്നുമില്ല. അല്ല. അപ്പൊ ആരാണ് വലിയ ആള്? ഏറ്റവും വലിയ ആളാണോ ഈ നാരായണൻ? ഇയാളെ കുറിച്ച് ആർക്കും അറിയില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അയാൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്ര താല്പര്യമില്ല. ഇഷ്ടം ആസിഫ് അലിയാണ്. ഇവിടെ നടന്ന സംഭവം വേറെയാണ്. ഇവിടെ ഇയാൾ പറഞ്ഞ വീഡിയോ കേൾക്കണ്ടേ, രണ്ട് സൈഡ് മനസ്സിലാക്കണ്ടേ? അല്ല ആസിഫിന്റെ ഭാഗം മാത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ? രണ്ട് ഭാഗം മനസ്സിലാക്കണം. ആസിഫിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഈ പറയുന്ന നാരായണന്റെ കാര്യം ഒരുപാട് എഡിറ്റിംഗ്, ഒരുപാട് പരിപാടി ഉണ്ട്. മീഡിയക്കാർ തന്നെ പലതും. അപ്പോൾ താങ്കൾ പറയുന്നത് ഇതൊക്കെ ഒരു VFX കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട അതോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണോ എന്നാണോ താങ്കൾ പറയുന്നത്? ആസിഫ് അലിയിൽ നിന്ന് പിടിച്ചു വാങ്ങിയ മെമന്റോയുടെ പേര് ബ്രാഹ്മണ്യം. ദാ നോക്കൂ, ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പോസ്റ്റർ വായിക്കൂ. ആസിഫ് അലിയിൽ നിന്നും പിടിച്ചു വാങ്ങിയ അവാർഡിന്റെ പേര് ബ്രാഹ്മണ്യം. മെമന്റോയുടെ പേര് ബ്രാഹ്മണ്യം. എന്താണ് ഈ ബ്രാഹ്മണ്യം? ഇത് ഈ ആസിഫ് അലി അപമാനിച്ചത് ഒരു വ്യക്തിയാണോ, ഒരു കലാകാരനാണോ, ഒരു സമൂഹമാണോ, അതോ ഏതെങ്കിലും മതമോ ജാതിയോ രാജ്യമോ ആണോ? പറയൂ താങ്കൾ പറയൂ. എനിക്കറിയില്ല. ഞാൻ ഇയാളുടെ വീഡിയോ ബ്രാഹ്മണ്യത്തെ കുറിച്ച് പറയൂ. ഇതെല്ലാം വീഡിയോ അവർക്ക് ഒരു ദിവസം നല്ല ന്യൂസിലാക്കിയിട്ട് രൂപ ഉണ്ടാക്കണം. അതിന് വേണ്ടി പരിപാടിയാണ്. അതിന് പൊതുജനം കഴുകുകയാണ്. പൊതുജനം ജനങ്ങളെ പറ്റിക്കുക. പൊതുജനം താങ്കൾ ഞാനും ഒക്കെ ഒരേ പൊതുജനമല്ലേ? പൊതുജനമാണ് ഗുരുവായ ആൾക്കും പൊട്ടന്മാരാണ്. നിങ്ങളാണോ ഞാനാണോ കൂടുതൽ പൊട്ടൻ? സത്യാവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല. സത്യാവസ്ഥ എന്താണ്? ശരിക്കുള്ള വീഡിയോ ആരും കാണുന്നില്ല. ശരിക്കുള്ള വീഡിയോ ഇത് മാത്രമാണോ? മറ്റെന്തെല്ലാം വേറെ വീഡിയോ വന്നിട്ടുണ്ട് ഇയാളുമായി ഈ റിപ്പോർട്ടർ ചാനലിലുള്ള ഒരു പ്രസ് എന്താ പറയുക അന്തിച്ചർച്ച. ഞാൻ ഈ വീഡിയോ കണ്ടത് കണ്ടിട്ടോ? അല്ലല്ല സ്മൃതി പരിധിക്കാരനോട് ഇതേ പറഞ്ഞത് നിങ്ങൾ കേട്ടാണോ? ഞാൻ ഈ വീഡിയോ കണ്ടത്. ഈ വീഡിയോ മാത്രം കണ്ടാൽ പോരാ, വേറെ പല വീഡിയോകളും വന്നിട്ടുണ്ട്. അയാൾ പറയുന്നുണ്ട് അത് ആസിഫ് അലി അല്ല, അയാൾക്ക് അതിൽ നിന്നും കാര്യമായി തോന്നിയില്ല, അയാൾക്ക് ആസിഫ് അലിയെ പെട്ടെന്ന് മനസ്സിലായില്ല. എന്തൊക്കെ ആസിഫ് അലിയേക്കാൾ വലിയ ആളാണ് രമേശ്. അതുകൊണ്ട് വലിയ അപ്പോൾ ഞാൻ ചോദിച്ച പോലെ ഈ പറഞ്ഞ ഈ ആസിഫ് അലി എന്ന ഈ യുവ നടനെ അപമാനിച്ചത് ഒരു വ്യക്തിയാണോ, ഒരു പ്രസ്ഥാനമാണോ, ഒരു മതമാണോ, അതുമല്ലെങ്കിൽ രാജ്യമാണോ, അതുമല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കലയാണോ, ഇദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളാണോ, എന്താണ് ഇദ്ദേഹം നേടിയെടുത്ത പുരസ്കാരങ്ങളാണോ? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം പുരസ്കാരം ലഭിക്കാത്ത ഒരാളെ ഇഗ്നോർ ചെയ്യാമെന്നാണോ? അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ അവരെ അപമാനിക്കുക, സ്വാഭാവികമായി അപമാനിക്കുക, മനഃപൂർവ്വമല്ല, അതൊരു സ്വാഭാവിക സംഭവമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയുക. എന്നിട്ട് പറയുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, ഞാൻ മനുഷ്യരോടെല്ലാം ഒരുപോലെ ഇടപെടുന്ന ആളാണ്. പക്ഷേ ആ പ്രത്യേക സാഹചര്യത്തിൽ ആ മനുഷ്യനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അത് ആ വീഡിയോയിൽ വ്യക്തമാണ്. അവാർഡ് കൊടുത്തതാണ്. ഈ സ്റ്റേജിൽ കയറി മേടിക്കേണ്ട അവാർഡ് അപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, സ്റ്റേജിൽ കയറി മേടിക്കേണ്ട അവാർഡ് എന്തുകൊണ്ട് അയാൾ താഴെ നിന്ന് തന്നെ കൈപ്പറ്റി? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അയാൾക്ക് മുന്നേ തന്നെ ഇതിനകത്തൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആസിഫ് അലിയുടെ അവാർഡ് മേടിച്ച് സ്റ്റേജിൽ കയറി ജയരാജിന്റെ തന്നെ അത് റിസീവ് ചെയ്യണമെന്ന് അദ്ദേഹം മനസ്സിലാലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് താഴെ ആസിഫ് അലിയെ മാത്രമേ അയാൾക്ക് കിട്ടിയുള്ളൂ. മമ്മൂട്ടിയെ മോഹൻലാലിനെ അവമാനിക്കില്ല. അയാൾ മമ്മൂട്ടിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോഹൻലാൽ ഉണ്ടെന്നെ കാണാമായിരുന്നു കളി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആസിഫ് അലിയുടെ താഴെ അവാർഡ് മേടിക്കുന്നതിൽ ഒരു പ്ലാനിംഗ് ഇല്ലേ? എനിക്കറിയില്ല. ഞാൻ ഇയാൾ പറയുന്നത് കേട്ടാ പറഞ്ഞത്. അല്ലല്ല, താഴെ അവാർഡ് മേടിക്കാൻ പാടില്ലല്ലോ. പാടില്ല. അപ്പൊ സ്റ്റേജിന് താഴെ അവാർഡ് ആസിഫ് അലിയുടെ മേടിച്ച് സ്റ്റേജിൽ കയറി നിന്ന് ജയരാജിന് കൊടുത്ത് അത് അവിടെ നിന്ന് മേടിക്കണം എന്ന് അയാൾ പ്ലാൻ ചെയ്തിട്ടില്ലേ? ഈ സംഭവത്തെ കുറിച്ച് നമുക്കെന്താ അറിയാം? നമുക്ക് ഈ വീഡിയോ കണ്ട് അറിവിലുള്ളൂ. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയാണ്, അവാർഡ് സ്റ്റേജിലാണ് കൊടുക്കേണ്ടത്. അതെന്തുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചു?
അവാർഡ് മുന്നേ മേടിച്ച് പരിചയമുള്ള ഒരാളല്ലേ, അവാർഡ് കൊടുത്ത് പരിചയമില്ലാത്തത് ആസിഫ് അലിക്കല്ലേ? അല്ലേ, ശരിയല്ലേ? അറിയില്ല. അപ്പോൾ മുൻപരിചയമില്ലാത്ത ആസിഫിന്റെ സ്റ്റേജിന് താഴെ നിന്ന് അവാർഡ് മേടിച്ച് വളരെ പ്ലാൻഡ് ആയിട്ട് വളരെയധികം കൃത്യതയോടുകൂടി അയാൾ പോലും അറിയാതെ അയാളെ അവാർഡ് മേടിച്ചെടുത്ത് വളരെ സൗമ്യമായി സൗഹൃദപരമായ ഒരു നീക്കത്തിലൂടെ ആ മെമന്റോ മേടിച്ചെടുത്ത് സ്റ്റേജിൽ കയറി രഞ്ജിത്ത് ആരാണ് ജയരാജനെ കൊണ്ട് തന്നെ തനിക്ക് അവാർഡ് മേടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ബാക്കി മ്യൂസിക് കമ്പോസേഴ്സ് എല്ലാം ഡയറക്ടേഴ്സിന് അവാർഡ് വാങ്ങിച്ചതാണ്. ഇത് ഈ അവാർഡ് കൊടുത്ത അവാർഡ് ഓർഗനൈസ് ചെയ്ത ആ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ പ്രശ്നം, ആ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. അല്ല രമേശ് ചാനലിന്റെ പ്രശ്നമല്ല, ആശുവിന്റെ പ്രശ്നമല്ല, മൈക്കിൾ ജാക്സൺ ആ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ ഉറപ്പാണ്. ഈ ഫംഗ്ഷൻ ഡയറക്ടറാണ് മ്യൂസിക് കമ്പോസർ അവാർഡ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാത്ത ഇവിടെ നടക്കാത്തത് കൊണ്ടാണ് ജയരാജനെ വാങ്ങിച്ചത്. ജയരാജ് വിളിക്കാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ജൂറി അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുന്ന അവാർഡ് ദാന ചടങ്ങിൽ ആരുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കണമെന്ന് അവാർഡ് മേടിക്കാൻ വരുന്ന ആളാണോ നിശ്ചയിക്കുന്നത്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു അവാർഡ് ഫംഗ്ഷൻ വരുമ്പോൾ അവാർഡ് മേടിക്കാൻ വരുന്ന ആളാണോ നിശ്ചയിക്കുന്നത് ആരിൽ നിന്നും അവാർഡ് സ്വീകരിക്കണം എന്നുള്ളത്? അത് ആ ജൂറി അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നടത്തുന്ന ആളുകൾ കൊടുത്തത് ഇയാൾക്ക് മാത്രമാണ് ഇങ്ങനെ കൊടുക്കാനുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അത് പാലിക്കേണ്ടത്. അല്ലാതെ അവിടെ എനിക്ക് പറ്റില്ല അവാർഡ് കൊടുത്തതാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത്? ഇത് എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത്? വേറെ ന്യൂസ് ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു ഇന്നിപ്പോ ആശുപത്രിയുടെ സമയമാണ്. ഞാൻ താങ്കളോട് സാറിനോട് ചോദിക്കാൻ പ്രതികരിച്ചു. അതായത് ആസിഫിനെ പറ്റി എന്താണ്? ആശുപത്രി നല്ലൊരു മനുഷ്യനാണ്, നല്ല നടനാണ്. പിന്നെ ഇങ്ങനെ ഈ യൂത്തിൽ ഇത്ര നല്ലൊരു മനുഷ്യൻ നല്ല നടൻ നേരാറിയില്ല. ആസിഫില് ഒരു നല്ല നടന്മാരെ കാണാൻ പറ്റില്ല, നല്ല മനുഷ്യനാണ്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇത് ആരൊക്കെയാണ് വിളിക്കുന്നത്? ഇദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കര ബിസി ആയിരിക്കുകയാണ്. പല പല വാർത്താ ചാനലുകളിൽ നിന്നും അദ്ദേഹത്തിനോട് വിശദ വിവരങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല കോളുകളും കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള മലയാളികൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് സാറിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെങ്കിലും കട്ട് ചെയ്ത് നമ്മളോടൊപ്പം കുറച്ചു നേരം കൂടെ ചെലവഴിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറയൂ, ആസിഫ് അലിയെ കണ്ടിട്ടുണ്ടോ? ആസിഫ് അലിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കൈ കൊടുത്തിട്ടുണ്ടോ? എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലിയെ നല്ല മനുഷ്യനാണ്, നല്ല ആക്ടറാണ്, നല്ല മനസ്സിലാവാൻ പറ്റില്ല. പക്ഷെ ആസിഫ് അലി നല്ല ആക്ടറുമാണ്, നല്ല മനുഷ്യനുമാണ്. ഫേസ് നല്ല എക്സ്പ്രഷൻ വരാൻ കണ്ടാൽ അറിയാം നല്ല മനസ്സിലാണ്. ആണല്ലേ? ആ ഒരു നല്ല മനസ്സിൽ ലുക്ക് രമേശ് നാരായണനില്ല. ഇല്ല, ഒരു കണ്ണിങ് മനുഷ്യനെ പോലെ സംഭവം വേറെയാണ്. രമേശ് നാരായണൻ കണ്ടിട്ട് കണ്ണിങ് ആയിട്ടുള്ള ഒരാളെ രമേശ് കണ്ടാത്ത മുഖത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല. മുഖത്തിന് ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ആണ് അത്ര നല്ല മനുഷ്യൻ തോന്നുന്നില്ല. ഇല്ല. ഓക്കെ, ആസിഫ് അലിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? പേരുണ്ട്, ആ ഓടിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്ന പേര് കുറെ പടമുണ്ട്, കുറെ നല്ല പടമുണ്ട്. ആക്ച്വലി കുറെ പടം എനിക്ക് ഇഷ്ടമാണ്. എൽദോ ഇല്ല, മറന്നുപോയി. അത് കുറെ പടമുണ്ട് ഉള്ളിട. നല്ലതാണ്, ഫേസ് നല്ല എക്സ്പ്രഷൻ നന്നായിട്ട് വരും. നല്ല മനുഷ്യനോ വിരലിലൊന്നും എക്സ്പ്രഷൻ വരുന്നില്ല. വരുന്നതല്ല. ആറെണ്ണ ഡയലോഗ് ഒന്ന് ഇവിടെ ഇങ്ങനെ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ വിരൽ അനക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ എന്റെ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ വിരൽ അഭിനയിച്ച ഒരു സുഖമില്ല. ആറെണ്ണ തോളം. ഒരു മിനിറ്റ്, ഞാൻ എന്റെ തോളത്ത് വെച്ചിരിക്കുന്ന ഇപ്പൊ ആനി മുന്നേ സ്നേഹിക്കോ, അത് ചെയ്യട്ടെ. ഞാൻ ആനി മുന്നേ സ്നേഹിച്ചപ്പോലെ ആവുന്നുണ്ടോ? അപമാനിക്കരുത്, അതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അപമാനിക്കരുത്, മനഃപൂർവ്വം അപമാനിച്ചാലും കുഴപ്പമില്ല, അത് സ്വാഭാവികമായി അപമാനിക്കരുത്. ഇതൊരു സ്വാഭാവിക അപമാനമാണ്. ഈ സ്വാഭാവിക അപമാനത്തിന്റെ പേര് മതമോ? ഇന്ത്യൻ കുണ്ടി എറിയുമ്പോൾ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയൊന്നും പറയൂ. സാറ് ബിസി ആയിരിക്കാണ് ഓൺലൈനിലേക്ക്, അതായത് ഫേസ്ബുക്ക്, യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കട്ടിൽ ഇരുന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒട്ടും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അതുപോലെ ബിസി ആയ ഒരു മനുഷ്യനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഞാൻ തൽക്കാലം ഇവിടുന്ന് പോവുകയാണ്. സാർ വളരെ നന്ദിയുണ്ട് സാർ. ഞാൻ പൊക്കോളാം സാർ, ഞാൻ ഓടിപ്പോക്കോളാം സാർ. വേണ്ട സാർ, സാറിന് ഒന്നും പറയണ്ട, ഞാൻ പോയി സാർ. ഇപ്പോൾ ആസിഫ് അലി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് പോസ്റ്റ് ഇട്ട് മിക്കവാറും ആസിഫ് അലി വെറുതെ ഇരിക്കുന്ന പാമ്പിടിച്ചായി ആസിഫ് അലിയെ തെറി കേൾപ്പിക്കും എല്ലാവരും കൂടെ. കുറച്ചൊന്നും അല്ല സോഷ്യൽ മീഡിയയുടെ പ്രതികരണം, എല്ലാവരും അങ്ങ് പ്രതികരിച്ചു തുടങ്ങി. എന്താണോ എന്തോ അവസാനം കറങ്ങി തിരിഞ്ഞത് ആസിഫ് അലി ആരും തെറി വിളിപ്പിക്കുമോ എന്നുള്ള സംശയം. അതിന്റെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എത്രയും പെട്ടെന്ന് ആസിഫ് അലിക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ ഇനി ഓവറാക്കാതെ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പല അലമ്പ് സപ്പോർട്ടും ഒക്കെ ആയിട്ടും പിന്നെ ഇതിനെക്കുറിച്ചുള്ള വിശദ പഠനങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്.
പക്ഷേ ഈ ആ നാരായണൻ എന്ന് പറഞ്ഞ ആൾ കാണിച്ചത് പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളിക്ക് ആസിഫ് അലിയുടെ നിന്ന് പോരാ, അതിലും കൂടിയ ആളുടെ നിന്ന് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവാനിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു കുഴപ്പം ഇവിടെ ഇല്ലേ? അതല്ല സംഭവം, ഇത് മറ്റേതാ. കുറെ അവാർഡൊക്കെ മേടിച്ച ആളാണ് ഞാൻ. എനിക്ക് അവാർഡ് തരാൻ ഈ പയ്യൻ പോരാ, അതിന് കൂടിയ ആൾക്കാർ വേണ്ടേ അവാർഡ് കൊടുക്കാൻ. പിന്നെ ഞാൻ മനുഷ്യനെ പോലെ അങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുമെങ്കിലും സംഭവിച്ച ഇതാണെന്ന് പുള്ളി എന്നെ വീണ്ടും അടുത്ത ഇന്റർവ്യൂ ഒന്നും അല്ലെ ന്യൂസ് ഏതോ റിപ്പോർട്ടർ ചാനലിൽ ആരോട് ചോദിച്ചപ്പോൾ സ്മൃതി പരുത്തിക്കാടോ ആരോണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളി ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അത് വീണ്ടും കുളവാക്കി. ഇയാൾക്ക് വലിയ ബോധമുള്ള ആളൊന്നും അല്ല കേട്ടോ. എങ്ങനെയേ ഒരു നാഷണൽ അവാർഡ് എങ്ങാണ്ട് തപ്പിപ്പറക്കി കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണോ എന്തോ.